ഹലോ ഗൈസ്, ഇന്നൊരു വാട്ടേ ഈറ്റിനിടെ കണ്ടാലോ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു വാട്ടേ ഈറ്റിനിടെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പൂരിയും അതുപോലെ തന്നെ വെജ് കുറുമയാണ് കഴിക്കാനായിട്ടുള്ളത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇവനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ജാം റോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ജാം റോൾ ഭയങ്കര മധുരമാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല, ഒരു പീസൊക്കെ കഴിക്കാം, പക്ഷേ ഹെവി മധുരമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും മധുരം ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒന്നെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് സ്ട്രോബെറിയാണ്. മുൻപ് ഇതേപോലെ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻ കറിയും മീൻ ഫ്രൈയും എല്ലാം ഇട്ടിട്ട് നമ്മൾ ചോറ് ഉള്ളിയൊക്കെ ഇട്ടിട്ടാക്കൂലേ, അതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോഴേ നമ്മുടെ നാടൻ നൂഡിൽസ് കഴിക്കാൻ ഒരു പൂതി. ഇപ്പി നൂഡിൽസ് ഭയങ്കര ഫാനൊന്നുമല്ല, പക്ഷേ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നും കഴിക്കേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതേ രാത്രി മോന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ ബിരിയാണിയും കുറച്ച് കഴിച്ചു. ഒന്നും കഴിക്കേണ്ടെന്ന് വെച്ചിരുന്ന ഞാനാണ്, പക്ഷേ ബിരിയാണിയും ഫ്രൈ ഒക്കെ കണ്ടപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. ഇവിടങ്ങളിൽ ഇതുപോലെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാവുക, റൈസ് വേറെയും ഗ്രേവി വേറെയും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ദം ബിരിയാണിയാണ്. ദം ബിരിയാണിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ കുറച്ച് സിട്രസും കഴിച്ചു. അപ്പോൾ ഇന്ന് ഹെവി ആയി. അപ്പോൾ ഇനി കിടന്നുറങ്ങാം.